ദ പ്രിൻസസ് ഓഫ് ഹിൽസ്, മലൈകളിൻ ഇളവരസി, മലകളുടെ രാജകുമാരി. ഊട്ടി നമ്മൾ പലവട്ടം പോയിട്ടുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും കൊടൈക്കനാലാണ് വളരെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം കൊടൈക്കനാലിൻ്റെ ഭൂപ്രകൃതി തന്നെയാണ്. ഹേ, വെൽക്കം ടു എക്സ്പ്ലോർ വിത്ത് മാഡി. നമ്മുടെ ഇന്നത്തെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. മനോഹരമായ ഗ്രാമങ്ങളിലൂടെയാണ് ഈ യാത്ര. പോകുന്ന വഴിയിൽ ഇതുപോലെ മനോഹരമായ തണലിടങ്ങളും കൃഷിയിടങ്ങളും നമുക്ക് കാണാം. മണ്ണിനെ സ്വർണമാക്കുന്ന തമിഴ് ഗ്രാമങ്ങൾ. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ആദ്യം ഞങ്ങളെ വരവേറ്റത്. കൊടൈക്കനാൽ പോയിട്ടുള്ള ഒരുവിധം എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു. അടിപൊളി ക്ലൈമറ്റ് ആണ് ഇന്ന്. ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലസന്റ് ക്ലൈമറ്റ് ആണ്. ആ പ്ലസന്റ് ക്ലൈമറ്റ് ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് മാറി. ഇപ്പോ നല്ല മഴയാണ്. സിൽവർ കാസ്കേഡ് ഫോൾസിനരികിൽ ഞങ്ങൾ മഴ മാറാൻ കാത്തുനിന്നു. അപ്പോൾ മഴ കിട്ടി ഞങ്ങളാകെ പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ സിൽവർ കാസ്കേഡ് ഫോൾസിൻ്റെ അടുത്ത് ഈ ചേച്ചിയുടെ കടയിൽ വന്നിട്ട് മാഗിയും അതുപോലെ ബ്രെഡ് ഓംലെറ്റും കഴിക്കാം. കുറച്ച് ദിവസമായിട്ട് തന്നെ കൊടൈക്കനാലിൽ നല്ല മഴയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. ആൻഡ് ഇന്ന് നല്ല തിരക്കുണ്ട്. എല്ലാവരുടെയും മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അക്ക ഉങ്ക പേര് സുധ. നീ കൊടൈക്കനാൽ താനാ? യെസ്, നമ്മളിപ്പോൾ സിൽവർ കാസ്കേഡ് ഫോൾസിൻ്റെ മുന്നിലാണുള്ളത്. കൊടൈക്കനാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഗേറ്റ് വേ. അതെ, പുറത്ത് നല്ല മഴയാണ്. അങ്ങനെ കൊടൈക്കനാൽ ട്രിപ്പ് മഴ കൊണ്ടുപോയിട്ടോ. അങ്ങനെയെങ്കിലും എൻ്റെ ബൈക്ക് കുറച്ച് വെള്ളം കാണട്ടെ. ഇതാണ് ഞങ്ങൾ താമസിച്ച സ്പോട്ട്, LTS നെസ്റ്റ്. ലേക്ക് സൈഡാണ് ഈ സ്റ്റേ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ വെർത്താണ് എന്ന ഗൂഗിൾ റിവ്യൂ കണ്ടാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്യുന്നത്. എനിവേ, ഇറ്റ് വാസ് എ കംഫർട്ടബിൾ സ്റ്റേ. റൂമൊക്കെ തന്നെ നല്ല ക്ലീൻ ആയിരുന്നു. 4000 രൂപയായിരുന്നു ഞങ്ങൾ ഒരു റൂമിന് പേ ചെയ്തത്. വളരെ സ്പേഷ്യസ് ആയിരുന്നു റൂമും. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. കൊടൈക്കനാലിലെ മേജർ ടൂറിസ്റ്റ് സ്പോട്ട് എല്ലാം തന്നെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. മൊയർ പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം. ഇപ്പോഴാണ് ഒന്ന് മാറി നിൽക്കണേ. അത്ര നേരം നല്ല അടിപൊളി മഴയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ്. നല്ല കോടയും അത് നമുക്ക് കാണാൻ പറ്റും. മുന്നിലൊക്കെ നല്ല കോടയുടെ മൂവ്മെന്റ് കാണാം. കോട ഞങ്ങളുടെ കൂടെ വരികയാണെന്ന്.
മൊയർ വ്യൂ പോയിന്റ് ഈസ് ഡാം ബ്യൂട്ടിഫുൾ. ആ പാർക്കിലെ ആ സ്തംഭം അതൊരു നൊസ്റ്റാൾജിയാണ്. കോളേജ് ടൂർ പോയപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ സ്റ്റെപ്സിൽ ഫോട്ടോ എടുത്തത് ഞാൻ ഓർക്കുന്നു. പൈൻ വാലിയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. നല്ല ക്രൗഡഡ് ആയിരുന്നു ഇത്തവണ പൈൻ വാലി. കുറച്ചു സമയം അവിടെ ഞങ്ങൾ ചിലവഴിച്ചു. അങ്ങകലെ ഒരു കാട്ടുപോത്ത് പോണ കാണാം. പക്ഷെ ആ കാട്ടുപോത്ത് അവൻ്റെ പാട്ടിന് പോയി. നമ്മളിനി അതിനെ തേടി പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. മഴ വീണ്ടും തുടങ്ങുമോ എന്ന സംശയം ഞങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. തിരികെ ഞങ്ങൾ റൂമിലേക്ക് യാത്ര തിരിച്ചു. കൊടൈക്കനാൽ വിശേഷങ്ങളുമായി അടുത്ത ഭാഗത്തിൽ കാണാം. താങ്ക് യു.